വചനവയലൊരുക്കുന്ന 2026 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം 1 മുതൽ 4 വരെയും, സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെയും, വിശുദ്ധ യോഹന്നാൻ 1 മുതൽ 12 വരെയും, ഗലാത്യ 1 മുതൽ 6 വരെയും, 1 സാമുവേൽ 1 മുതൽ 7 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. ഇന്നത്തെ പഠനഭാഗത്തിലെ 1-ാം ചോദ്യം: യഹൂദരുടെ ഏത് തിരുനാൾ അടുത്തിരുന്നു? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പെസഹ. ക്വസ്റ്റ്യൻ നമ്പർ 2: യേശു തന്റെ ആടുകൾക്ക് എന്ത് നൽകുന്നു? യോഹന്നാൻ 10-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നിത്യജീവൻ. ക്വസ്റ്റ്യൻ നമ്പർ 3: അങ്ങനെ നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഗലാത്യ 4-ാം അധ്യായം 5-ാം വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 4: ആദിയിൽ വചനം ആരോടുകൂടെ ആയിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദൈവത്തോടു കൂടെ. ക്വസ്റ്റ്യൻ നമ്പർ 5: യേശു ഈ വാക്കുകൾ പറഞ്ഞിരുന്നത് ദേവാലയത്തിന്റെ ഏത് സ്ഥലത്താണ്? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഭണ്ഡാര സ്ഥലത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 6: ശിഷ്യർ ഉറക്കത്തെക്കുറിച്ച് എന്ത് വിചാരിച്ചു? വിശുദ്ധ യോഹന്നാൻ 11-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വിശ്രമനിദ്ര. ക്വസ്റ്റ്യൻ നമ്പർ 7: ആര് ദൈവത്തിന്റെ പേടകം കൈവശപ്പെടുത്തി എബിനേസറിൽ നിന്ന് അഷ്തോദിലേക്ക് കൊണ്ടുപോയി? 1 സാമുവേൽ 5-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഫിലിസ്ത്യർ. ക്വസ്റ്റ്യൻ നമ്പർ 8: ഞാൻ അന്ധനായിരുന്നു, ഇപ്പോൾ ഞാൻ കാണുന്നു എന്ന് പറഞ്ഞ വചനം? യോഹന്നാൻ 9-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 9-ാം അധ്യായം 25-ാം വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 9: മനുഷ്യരിൽ നിന്നോ മനുഷ്യൻ മുഖേനയോ അല്ല, യേശുക്രിസ്തു മുഖേനയും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പിതാവ് മുഖേനയും അപ്പസ്തോലനായിരിക്കുന്ന ആരെക്കുറിച്ചാണ് ഈ വാക്യത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പൗലോസ്. ക്വസ്റ്റ്യൻ നമ്പർ 10: എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ എന്തായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വെളിച്ചമായി. ക്വസ്റ്റ്യൻ നമ്പർ 11: യേശുക്രിസ്തു മുഖേനയും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പിതാവ് മുഖേനയും പൗലോസായ ഞാൻ ആരായി എന്നാണ് ഗലാത്യ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അപ്പസ്തോലൻ. ക്വസ്റ്റ്യൻ നമ്പർ 12: ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അവസരത്തിൽ അവനോടൊപ്പം ഉണ്ടായിരുന്ന ജനക്കൂട്ടം അവന് എന്ത് നൽകിയിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സാക്ഷ്യം. ക്വസ്റ്റ്യൻ നമ്പർ 13: യേശു ജനത്തിൽ നിന്ന് എന്ത് ചെയ്തു? യോഹന്നാൻ
8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, മറഞ്ഞ് പുറത്തുപോയി. ക്വസ്റ്റ്യൻ നമ്പർ 14. അവൻ നല്ല മനുഷ്യൻ എന്ന് രഹസ്യമായി പറഞ്ഞവർ ആര്? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ചിലർ. ക്വസ്റ്റ്യൻ നമ്പർ 15. യേശു മനുഷ്യരെ പറ്റി അറിയാൻ മറ്റാരുടെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. ഇത് ഏത് സമയത്തെ പറ്റിയാണ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പെസഹായ്ക്ക് സമയത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 16. ലാസർ ഏത് ദിവസമാണ് മരിച്ചതെന്ന് പറഞ്ഞിരുന്നത്? വിശുദ്ധ യോഹന്നാൻ 11-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 4. ക്വസ്റ്റ്യൻ നമ്പർ 17. തിരുനാളിന് മഹാദിനത്തിൽ ദാഹിക്കുന്നവർ എന്ത് ചെയ്യണമെന്നും യേശു പറഞ്ഞു? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അവന്റെ അടുക്കൽ വന്ന് കുടിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 18. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സഹോദരൻ മരിക്കുമായിരുന്നില്ല എന്നാദ്യം പറഞ്ഞത് ആര്? വിശുദ്ധ യോഹന്നാൻ 11-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മർത്ത. ക്വസ്റ്റ്യൻ നമ്പർ 19. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തന്റെ പുത്രന്റെ ആത്മാവിനെ ഡാഷ് നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഗലാത്യ 4-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ദൈവം. ക്വസ്റ്റ്യൻ നമ്പർ 20. കാറ്റ് ഡാഷ് വീശുന്നു, തിരിഞ്ഞ് വടക്കോട്ട് വീശുന്നു, വീണ്ടും തെക്കോട്ട്, അങ്ങനെ അത് ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. സഭാപ്രസംഗകൻ 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, തെക്കോട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 21. നിയമാനുഷ്ഠാനത്തിൽ ആശ്രയമർപ്പിക്കുന്ന എല്ലാവരും എന്തിനു വിധേയരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശാബത്തിന്. ക്വസ്റ്റ്യൻ നമ്പർ 22. യേശുവിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞത്? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, എന്റെ വചനത്തിൽ നിലനിൽക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 23. യേശു തന്റെ പിതാവിനെ എന്തെന്ന് വിളിച്ചു? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പിതാവ്. ക്വസ്റ്റ്യൻ നമ്പർ 24. എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു, എന്റെ ശിരസിൽ ഡാഷ് ഉയർന്നിരിക്കുന്നു, എന്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു, എന്തെന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു. 1 സാമുവേൽ 2-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കർത്താവിൽ. ക്വസ്റ്റ്യൻ നമ്പർ 25. നിന്റെ മകൻ ജീവിക്കും. ഈ വാക്കുകൾ കേട്ട് എത്ര മണിക്കൂറിൽ പനി വിട്ടു? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 7. ക്വസ്റ്റ്യൻ നമ്പർ 26. യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് മിച്ചമുള്ള കഷ്ണങ്ങൾ ഡാഷ്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ശേഖരിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 27. യോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവിനെ കുറിച്ച് പറഞ്ഞത് എന്തായിരുന്നു? യോഹന്നാൻ
3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, എല്ലാവരും അവന്റെ അടുക്കൽ പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 28. കർത്താവ് വീണ്ടും സാമുവലിനെ വിളിച്ചു. സാമുവൽ അവൻ ഡാഷ് ഏലിയുടെ അടുക്കലേക്ക് ചെന്നു പറഞ്ഞു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, എഴുന്നേറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 29. യേശു ഒന്ന് കണ്ട് അതിൻ്റെ മേൽ കയറി. അത് ഏത് മൃഗമാണ്? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കഴുതക്കുട്ടി. ക്വസ്റ്റ്യൻ നമ്പർ 30. മനുഷ്യരുടെ പ്രശംസ അധികം ഇഷ്ടപ്പെട്ടവർ ആര്? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അധികാരികൾ. ക്വസ്റ്റ്യൻ നമ്പർ 31. യേശുവിന്റെ പേര് പരാമർശിക്കപ്പെടുന്ന ആദ്യ വാക്യം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യോഹന്നാൻ 1-ാം അധ്യായം 17-ാം വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 32. എന്നാൽ നിങ്ങൾ അന്യോന്യം കടിച്ചു കീറുകയും വിഴുങ്ങുകയും ചെയ്ത് ഡാഷ് നശിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളുവിൻ. ഗലാത്യ 5-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, പരസ്പരം. ക്വസ്റ്റ്യൻ നമ്പർ 33. യേശു മലമുകളിലേക്ക് വീണ്ടും പോയത് എപ്പോഴാണ്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജനങ്ങൾ അവനെ രാജാവാക്കാൻ ശ്രമിച്ചപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 34. ആരും പോയ ശേഷം യേശുവും സ്ത്രീയും മാത്രമായി. ബാക്കിയായത് എവിടെയാണ്? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നടുവിൽ. ക്വസ്റ്റ്യൻ നമ്പർ 35. നിക്കോദേമോസ് യേശുവിനെ രാത്രി കാണാൻ വന്നത് യേശുവിന്റെ ദൗത്യത്തിൽ ഏത് ഘട്ടമായിരുന്നു? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ശുശ്രൂഷ ദിനങ്ങളുടെ ആരംഭം. ക്വസ്റ്റ്യൻ നമ്പർ 36. യേശുവിന്റെ കൽപ്പനയിൽ ഉടൻ സുഖം പ്രാപിച്ചത് ആര്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, രോഗി. ക്വസ്റ്റ്യൻ നമ്പർ 37. യേശു എന്റെ പിതാവിന്റെ ആലയം എന്ന് പറഞ്ഞത് എവിടെയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജെറുസലേം ദേവാലയം. ക്വസ്റ്റ്യൻ നമ്പർ 38. സഭാപ്രസംഗകൻ എന്തിനെ ഉന്മത്തതയെയും ഭോഷത്വത്തെയും ചേർത്ത് പരിശോധിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ജ്ഞാനവും അറിവും. ക്വസ്റ്റ്യൻ നമ്പർ 39. അപ്പോൾ റൂത്ത് പറഞ്ഞു, യജമാനെ, അങ്ങനോട് വലിയ ദയയാണ് കാണിക്കുന്നത്. എന്നാൽ ഞാൻ അങ്ങയുടെ ദാസിമാരിൽ ഒരുവളല്ല. എങ്കിലും ഈ ദാസിയെ ആശ്വസിപ്പിക്കുകയും ഡാഷ് സംസാരിക്കുകയും ചെയ്തു. റൂത്ത് 2-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കരുണയോടെ. ക്വസ്റ്റ്യൻ നമ്പർ 40. വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആരാണ്? യോഹന്നാൻ 10-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ആടുകളുടെ ഇടയൻ. ക്വസ്റ്റ്യൻ നമ്പർ 41. അപ്പോൾ ബോവാസ് റൂത്തിനോട് പറഞ്ഞു, മകളെ, കാലപെറുക്കാൻ ഇവിടം വിട്ട് ഡാഷ് പോകേണ്ട. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മറ്റു വയലുകളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 42.
അവന്റെ ശിഷ്യന്മാർക്ക് ആദ്യം ഇത് മനസ്സിലായില്ല. എന്നാൽ യേശു ഡാഷ് പ്രാപിച്ചപ്പോൾ അവനെപ്പറ്റി ഇക്കാര്യങ്ങൾ എഴുതപ്പെട്ടിരുന്നുവെന്നും അവന് വേണ്ടി ഇവയെല്ലാം ചെയ്തുവെന്നും അവർ അനുസ്മരിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മഹത്വം. ക്വസ്റ്റ്യൻ നമ്പർ 43. നവോമിക്ക് നഷ്ടപ്പെട്ടത് ആരെയൊക്കെ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഭർത്താവും പുത്രന്മാരും. ക്വസ്റ്റ്യൻ നമ്പർ 44. യേശുവിനൊപ്പം ഉണ്ടായിരുന്നത് ആരാണ്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശിഷ്യന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 45. മരിക്കാതെ ഡാഷ് കുരുക്കൾ ബാധിച്ചു. നഗരവാസികളുടെ നിലവിളി ആകാശത്തിലേക്ക് ഉയർന്നു. 1 സാമുവേൽ 5-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അവശേഷിച്ചവരെ. ക്വസ്റ്റ്യൻ നമ്പർ 46. വയലുകൾ വിളഞ്ഞു കൊയ്ത്തിന് ഭാഗമായിരിക്കുന്നു എന്ന് പറഞ്ഞത് ആര്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 47. നദികൾ ഏത് ഭാഗത്തേക്കാണ് ഒഴുകുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സമുദ്രത്തിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 48. നവോമിയുടെ ഡാഷ് എലിമലക് മരിച്ചു, അവളും പുത്രന്മാരും ശേഷിച്ചു. റൂത്ത് 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഭർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 49. യേശു ലാസറിന്റെ വീട്ടിലുണ്ടെന്നറിഞ്ഞ് അങ്ങോട്ടേക്ക് വന്നതാര്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യഹൂദർ. ക്വസ്റ്റ്യൻ നമ്പർ 50. യേശുവിനെ ബന്ധമാക്കാൻ ശ്രമിച്ചിട്ടും അവർക്ക് കഴിയാത്തത് എന്തുകൊണ്ട്? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അവന്റെ സമയം വന്നിരുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 51. യേശു ദേവാലയത്തെ പറ്റി പറഞ്ഞത് എന്ത്? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, എൻ്റെ പിതാവിൻ്റെ ആലയം കച്ചവട സ്ഥലമാക്കരുത്. ക്വസ്റ്റ്യൻ നമ്പർ 52. ആരെപ്പറ്റി ചിന്ത വേണം എന്ന് മാത്രമേ ഞങ്ങളോട് അവർ ആവശ്യപ്പെട്ടുള്ളൂ. അതുതന്നെയാണ് എൻ്റെ തീവ്രമായ താല്പര്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, പാവങ്ങളെ. ക്വസ്റ്റ്യൻ നമ്പർ 53. ഫിലിപ്പോസ് അന്ത്രയോസിനോട് പറഞ്ഞത് എവിടെ? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കൂട്ടത്തിനരികിൽ. ക്വസ്റ്റ്യൻ നമ്പർ 54. യേശുവിന്റെ സഹോദരന്മാർ അവനിൽ വിശ്വസിച്ചിരുന്നു. യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വിശ്വസിച്ചില്ല. ക്വസ്റ്റ്യൻ നമ്പർ 55. കേപ്പായോടൊപ്പം ജെറുസലേമിൽ എത്ര നാൾ പൗലോസ് താമസിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 15 ദിവസം. ക്വസ്റ്റ്യൻ നമ്പർ 56. നിങ്ങളെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കുവിൻ, അവിടുത്തെ മാത്രം ആരാധിക്കുവിൻ. ആരുടെ വാക്കുകളാണിവ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സാമുവൽ. ക്വസ്റ്റ്യൻ നമ്പർ 57. ആരെയാണ് വ്യഭിചാരത്തിൽ പിടിച്ച് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നത്? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഒരു സ്ത്രീയെ. ക്വസ്റ്റ്യൻ നമ്പർ 58.
അവർ മിസ്പായിൽ ഒരുമിച്ച് കൂടി വെള്ളം കോരി കർത്താവിന്റെ സന്നിധിയിൽ ഡാഷ്. ആ ദിവസം മുഴുവൻ അവർ ഉപവസിച്ചു. 1 സാമുവേൽ 7-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പകർന്നു. ക്വസ്റ്റ്യൻ നമ്പർ 59. നിങ്ങൾക്ക് എന്ത് വേണ്ട? ദൈവത്തെ കബളിപ്പിക്കാനാവില്ല. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഗലാത്യ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വ്യാമോഹം. ക്വസ്റ്റ്യൻ നമ്പർ 60. യേശുവിനെ കാണുന്നവർ ആരെ കാണുന്നു? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പിതാവിനെ. ക്വസ്റ്റ്യൻ നമ്പർ 61. ശാബത്തിൽ ഫരിസേയർ ചെയ്തിരുന്ന പ്രവൃത്തി ഏത്? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പരിച്ഛേദനം. ക്വസ്റ്റ്യൻ നമ്പർ 62. നീ ആരാണ് എന്ന് ചോദിച്ചതാര്? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യഹൂദർ. ക്വസ്റ്റ്യൻ നമ്പർ 63. എന്തിന്റെ വിളവ് എല്ലാവർക്കും ഉള്ളതാണ്? രാജാവിനും വിളവിൽ ആശ്രയിക്കാതെ വയ്യ. സഭാപ്രസംഗകൻ 5-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഭൂമിയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 64. കുട്ടിക്കുണ്ടായിരുന്ന മീനുകളുടെ എണ്ണം എത്ര? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 2. ക്വസ്റ്റ്യൻ നമ്പർ 65. ഞാൻ ലോകത്തിന്റെ ഡാഷ് ആണ്. യേശു യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പ്രകാശം. ക്വസ്റ്റ്യൻ നമ്പർ 66. കർത്താവിന്റെ ഉടമ്പടിയിലൂടെ പേടകം എവിടെയായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഷീലോയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 67. എന്തിൽ നിന്നാണ് ആത്മാവ് ജനിക്കുന്നതെന്ന് യേശു പറഞ്ഞു? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ആത്മാവ്. ക്വസ്റ്റ്യൻ നമ്പർ 68. അയൽക്കാർ പറഞ്ഞത് ഇവൻ എന്ത് ചെയ്തുകൊണ്ടിരുന്ന ആളാണെന്ന്? യോഹന്നാൻ 9-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഭിക്ഷയാചിച്ച്. ക്വസ്റ്റ്യൻ നമ്പർ 69. ആര് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നു? ഇസ്രായേലും അവരെ നേരിടാൻ സന്നദ്ധമായി. 1 സാമുവേൽ 1-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഫിലിസ്ത്യർ. ക്വസ്റ്റ്യൻ നമ്പർ 70. എല്ലാ ഡാഷ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അധ്വാനഫലം ആസ്വദിക്കുകയും ചെയ്യുക എന്നത് ദൈവത്തിന് ദാനമാണെന്നും ഞാൻ അറിയുന്നു. സഭാപ്രസംഗകൻ 2-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മനുഷ്യരും. ക്വസ്റ്റ്യൻ നമ്പർ 76. ഇന്ന് സാബത്താകയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യഹൂദർ. ക്വസ്റ്റ്യൻ നമ്പർ 77. ഹന്നയുടെ പ്രാർത്ഥന എങ്ങനെയുള്ളതായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 78. അവർ ജനിച്ചത് എന്തിലൂടെ? യോഹന്നാൻ 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി,
മനുഷ്യാഭിലാഷം. ക്വസ്റ്റ്യൻ നമ്പർ 79. ആരാണ് ധീരതയോടും പൗരുഷത്തോടും കൂടെ യുദ്ധം ചെയ്യാൻ ഫിലിസ്ത്യരെ പ്രേരിപ്പിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഫിലിസ്ത്യ നേതാക്കന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 80. ഏത് ജനം കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു വിലപിച്ചുകൊണ്ടിരുന്നു? 1 സാമുവേൽ 7-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഇസ്രായേൽ. ക്വസ്റ്റ്യൻ നമ്പർ 81. കർത്താവ് തന്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ട് നവോമി മരുമക്കളോട് കൂടെ എവിടെ നിന്ന് തിരികെ പോകാനൊരുങ്ങി? റൂത്ത് 1-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, മൊവാബിൽ. ക്വസ്റ്റ്യൻ നമ്പർ 82. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യമനുസരിച്ച് പരിച്ഛേദന കർമ്മത്തിന് നിർബന്ധിക്കുന്നവർ എന്തിനാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശാരീരികമായ ബാഹ്യ കാര്യങ്ങളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 83. എങ്കിലും അത് മുൻപ് പറയപ്പെട്ടവനെ പോലെയല്ല, അതിന് ഡാഷ് ഉണ്ട്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സ്വസ്ഥത. ക്വസ്റ്റ്യൻ നമ്പർ 84. പൗലോസ് ആരുടെ കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് പറയുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ക്രിസ്തു. ക്വസ്റ്റ്യൻ നമ്പർ 85. വചനത്തിനും ദൈവത്തിനുമുള്ള ബന്ധം എന്തായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഏകത്വ ബന്ധം. വചനം ദൈവമായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 86. യേശുവിനെ കൊല്ലാൻ ആലോചിക്കുന്നുവെന്ന് കേട്ടപ്പോൾ ജനങ്ങൾ എന്ത് പറഞ്ഞു? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നിനക്ക് പിശാചുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 87. എന്നാൽ ഞാൻ മാതാവിന്റെ ഡാഷ് ആയിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു, തന്റെ കൃപയാൽ അവിടെ നിന്നെ വിളിച്ചു. ഗലാത്യ 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഉദരത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 88. ഇസ്രായേൽ എവിടെയാണ് പാളയമടിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, എബനേസറിൽ. ക്വസ്റ്റ്യൻ നമ്പർ 89. കർത്താവിനെ പോലെ പരിശുദ്ധനായി മറ്റാരുമില്ലെന്ന് ആരാണ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഹന്ന. ക്വസ്റ്റ്യൻ നമ്പർ 90. പൗലോസ് ആർക്കാണ് എഴുതുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഗലാത്യയിലെ സഭകൾക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 91. ആരാണ് കർത്താവിന്റെ ആലയത്തിന്റെ വാതിലുകൾ തുറന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സാമുവൽ. ക്വസ്റ്റ്യൻ നമ്പർ 92. സഭാപ്രസംഗകൻ 6-ാം അധ്യായം 5-ാം വാക്യമനുസരിച്ച് ആരുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് ചാപിള്ളയ്ക്ക് സ്വസ്ഥതയുണ്ടെന്ന് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, മുൻ പറയപ്പെട്ടവനുമായി. ക്വസ്റ്റ്യൻ നമ്പർ 93. സഭാപ്രസംഗകൻ ആരെക്കുറിച്ചാണ് സകലവും മിഥ്യ എന്ന് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, മനുഷ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 94. ഇപ്പോൾ ദുർഗന്ധമുണ്ടാകും എന്ന് പറഞ്ഞത് ആര്? വിശുദ്ധ യോഹന്നാൻ 11-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മർത്ത. ക്വസ്റ്റ്യൻ നമ്പർ 95. സൂര്യന് കീഴിലുള്ള മനുഷ്യന്റെ അധ്വാനം കൊണ്ട് ആർക്കാണ് ഫലമില്ലാത്തത് എന്ന് പറയുന്നത്?
ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മനുഷ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 96. ആരുടെ മേലങ്കിയാണ് ബോവാസ് വിരിച്ചു പിടിക്കാൻ പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി റൂത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 97. സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചതാര്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ യേശു. ക്വസ്റ്റ്യൻ നമ്പർ 98. ആരുടെ സ്വാതന്ത്ര്യത്തെ ചൂഷണം ചെയ്ത് അടിമത്തത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കാൻ വ്യാജ സഹോദരന്മാർ രഹസ്യത്തിൽ കടന്നുകൂടി? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി യേശുക്രിസ്തുവിലുള്ളവരുടെ. ക്വസ്റ്റ്യൻ നമ്പർ 99. റൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ ബോവാസ് ആരുടെ അടുത്തേക്കാണ് നഗരവാതിൽക്കൽ പോകുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി മുൻപ് പറഞ്ഞ ബന്ധു. ക്വസ്റ്റ്യൻ നമ്പർ 100. പൗലോസ് പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷം പ്രസംഗിച്ചാൽ ആരാണ് ശപിക്കപ്പെട്ടവൻ ആകുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി സ്വർഗത്തിൽ നിന്നുള്ള ദൂതൻ. നന്ദി. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ് വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഈ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.